ഗാസ മുനമ്പിന്റെ 70% പ്രദേശവും സൈനിക നിയന്ത്രണത്തിലാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി. യുദ്ധം തകർത്ത പ്രദേശത്ത് കടുത്ത മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുന്നതാണ് ഈ പുതിയ നീക്കമെന്ന് വിദഗ്ധർ പറയുന്നു. പുതിയ നീക്കങ്ങൾ സമാധാന ചർച്ചകളിലെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുമെന്ന് ഹമാസ്. പശ്ചിമേഷ്യയിൽ യുദ്ധപ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടയിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത അങ്ങ് ഗാസയിൽ നിന്നും വരുന്നു. ഗാസയുടെ 70% ഭാഗവും തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിലാക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയും രംഗത്ത്. ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളെയും ഇതിനകം തന്നെ അഭയാർത്ഥികളാക്കി മാറ്റിയിട്ടുണ്ട് ഇസ്രയേൽ. അതിനിടയിലാണ് യുദ്ധത്തെ കൂടുതൽ വഷളാക്കുന്ന ഇസ്രയേലിന്റെ പുതിയ നീക്കം. ഗാസ മുനമ്പിന്റെ 70% പ്രദേശവും സൈനിക നിയന്ത്രണത്തിലാക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടതായാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇസ്രയേൽ സൈന്യത്തിന്റെ അധികാരം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നും ഹമാസിനെതിരായ നീക്കങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ഗാസയുടെ 60% പ്രദേശം ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് തുടരുന്നത്. ഇത് നേരത്തെ 50% വരും ദിവസം ഇത് 70% ഉയർത്താനാണ് തന്റെ നിർദ്ദേശമെന്നും നെതന്യാഹു പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ നടന്ന സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കമെന്നതാണ് ഞെട്ടിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 90,000 പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ഒക്ടോബറിൽ ധാരണയായ വെടിനിർത്തൽ കരാർ പ്രകാരം നിശ്ചയിച്ച അതിർത്തി രേഖകൾ ലംഘിച്ച് ഇസ്രയേൽ മുന്നേറുകയാണെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇസ്രയേൽ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതോടെ ഗാസയിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് പലസ്തീനുകൾ കൂടുതൽ ഇടുങ്ങിയ പ്രദേശങ്ങളിലേക്ക് മാറേണ്ടി വരും. ഇതിനോടകം തന്നെ ഗാസയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ആളുകളും കുടിയിറക്കപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഗാസയ്ക്ക് പുറമെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ ഇസ്രയേൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ പുതിയ നീക്കങ്ങൾ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്നതാണെന്നും സമാധാന ചർച്ചകൾക്കും സംഘർഷം ലഘൂകരിക്കുന്നതിനുമുള്ള എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നതാണെന്നും ഹമാസ് പറഞ്ഞു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള 2025 ഒക്ടോബറിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യം യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു സൈനിക അതിർത്തിയിലേക്ക് പിൻവാങ്ങിയിട്ടുണ്ട്. ഗാസയുടെ ഏകദേശം 53% പ്രദേശങ്ങൾ ഈ അതിർത്തിക്കാണുള്ളത്. എന്നാൽ ഇസ്രയേൽ ഈ യെല്ലോ ലൈൻ കടന്ന് കൂടുതൽ അകത്തേക്ക് എത്തിയതായാണ് ഹമാസ് പറയുന്നത്. ഈ നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഹമാസ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.